ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു 4 ബ്ലഡ് ഗ്രൂപ്പുകളാണുള്ളത്. എ ബി ഒ എന്നിങ്ങനെ 4 ബ്ലഡ് ഗ്രൂപ്പുകളുണ്ട്. അവയ്ക്ക് ഓരോന്നിനും ഓരോ ആന്റിജൻ ഉണ്ട്. ആന്റിജന്റെ പ്രസൻസോ ആബ്സെൻസോ ആണ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിന് പേര് നൽകുന്നതിന് കാരണം എന്ന് പറഞ്ഞു. അതായത് എ ആന്റിജൻ ഉള്ള ബ്ലഡ് എ ഗ്രൂപ്പും ബി ആന്റിജൻ ഉള്ളത് ബി ഗ്രൂപ്പും എ ബി എന്നീ 2 ആന്റിജൻ ഉള്ളത് എ ബി ഗ്രൂപ്പും ആന്റിജനുകളൊന്നും ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഒ ഗ്രൂപ്പ്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അത് ആന്റിജൻ കൂടാതെ ഒരു ആന്റിബോഡിയും ഓരോ ബ്ലഡ് ഗ്രൂപ്പിലും ഉണ്ട്. അത് നേരെ ഓപ്പോസിറ്റ് ആണെന്ന് മാത്രം. എ ബ്ലഡ് ഗ്രൂപ്പിൽ ആന്റിബോഡി ബി ആണ് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ ബി ബ്ലഡ് ഗ്രൂപ്പിൽ ആന്റിബോഡി എ ആണ് അടങ്ങിയിരിക്കുന്നത്. എ ബി ബ്ലഡ് ഗ്രൂപ്പിൽ ആന്റിബോഡികളില്ല. ഒ ബ്ലഡ് ഗ്രൂപ്പിൽ ആന്റിബോഡി എയും ബിയും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഒരേ ആന്റിബോഡിയും ആന്റിജനും തമ്മിൽ ഒന്നിച്ചു വന്നാൽ ബ്ലഡിലെ കൊയാഗുലേഷൻ അല്ലെങ്കിൽ ക്ലംപിംഗ് ഓഫ് ബ്ലഡ് കട്ട പിടിച്ചു പോകും, അല്ലെങ്കിൽ കൊയാഗുലേഷൻ നടക്കും. അപ്പോൾ ആളുടെ ശരീരത്തിൽ അങ്ങനെ ബ്ലഡ് കട്ട പിടിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അത്തരം ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. അപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫർ സമയത്ത് നമുക്ക് 2 ബ്ലഡ് ഗ്രൂപ്പുകളാണ് പ്രത്യേകതയുള്ളത്. ഒന്ന് എ ബി ഗ്രൂപ്പ് ബ്ലഡുകാർക്ക് അവർക്ക് ആന്റിജനുകൾ ഉണ്ടെങ്കിലും ആന്റിബോഡികളില്ലാത്തതുകൊണ്ട് അവർക്ക് ആരിൽ നിന്ന് വേണമെങ്കിലും ബ്ലഡ് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ആരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാവുന്നതായതുകൊണ്ട് എ ബി ഗ്രൂപ്പിനെ നമ്മൾ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നാണ് പറയുക. അതുപോലെ ഒ ഗ്രൂപ്പ് ബ്ലഡുകാർക്ക് പ്രത്യേകിച്ച് അവർക്ക് ആന്റിജനുകളില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ബ്ലഡ് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, ഏത് ഗ്രൂപ്പുകാർക്ക് വേണമെങ്കിലും കൊടുക്കാം. അതുകൊണ്ട് അവരെ നമ്മൾ യൂണിവേഴ്സൽ ഡോണർ എന്നാണ് പറയുന്നത്. അപ്പോൾ എ ബി ഗ്രൂപ്പ് യൂണിവേഴ്സൽ റെസിപ്പിയന്റും ഒ ബ്ലഡ് ഗ്രൂപ്പ് യൂണിവേഴ്സൽ ഡോണറുമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാൽ സാധാരണ നമ്മൾ ആ ബ്ലഡ് ഗ്രൂപ്പിൽ നിന്ന് മാത്രമേ ബ്ലഡ് സ്വീകരിക്കാറുള്ളൂ. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഇത്തരത്തിൽ ബ്ലഡ് ചേർക്കുള്ളൂ. ഒരു ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ചിലപ്പോൾ മിസ്മാച്ചിങ് ഒക്കെ വരുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എല്ലാം ചേർന്നെങ്കിൽ മാത്രമേ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ ഇപ്പൊ അത് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ 4 ബ്ലഡ് ഗ്രൂപ്പുകളിലും ഈ പറഞ്ഞ എ ബി എന്നീ 2 ആന്റിജനുകൾ കൂടാതെ മറ്റു ചില ആന്റിജനുകൾ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയും ബ്ലഡ് ഗ്രൂപ്പിങ്ങിന് നമ്മൾ ചില മാനങ്ങൾ ഉണ്ട്. അതിലൊരു ഗ്രൂപ്പിംഗ് ആണ് നമ്മൾ RH ആന്റിജന്റെ പ്രസൻസ് എന്ന് പറയുന്നത്. അതായത് അത് നമ്മൾ അറിയിക്കേണ്ട ഒരു കാര്യം, ഈ റീസസ് എന്നതിന്റെ ആദ്യമായിട്ടാണ് ഈ RH എന്ന് പറയുന്നത്. റീസസ് കുരങ്ങുകളിൽ കാണപ്പെടുന്ന ഒരു ആന്റിജൻ മനുഷ്യ രക്തത്തിൽ കാണുന്നു എന്ന് പിന്നീട് തിരിച്ചറിയും. അതായത് റീസസ് മങ്കിയുടെ ബ്ലഡിൽ കാണുന്ന ഒരു സർഫസ് ആന്റിജൻ നമ്മളിൽ പോലെ തന്നെ അവരുടെ ശരീരത്തിൽ കാണുന്ന ഒരു സർഫസ് ആന്റിജൻ, RBCയുടെ സർഫസിൽ കാണുന്ന ഒരു ആന്റിജൻ, ആ ആന്റിജൻ മനുഷ്യ രക്തത്തിലും കാണുന്നു എന്ന് പിന്നീട് കണ്ടെത്തി. അതിനെയാണ് നമ്മൾ RH ആന്റിജൻ, ഡി ആന്റിജൻ എന്നൊക്കെ പറയാറുള്ളത്. ഈ ആന്റിജൻ പ്രസന്റ് ആണെങ്കിൽ അങ്ങനെയുള്ളവരെ നമ്മൾ RH പോസിറ്റീവ് എന്നും, ഈ ആന്റിജൻ ഇല്ലാത്തവരെ, RH ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ആണെങ്കിൽ അവരെ RH നെഗറ്റീവ് എന്നും പറയുന്നു. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ഓരോ ബ്ലഡ് ഗ്രൂപ്പിലും അതാത് ആന്റിജനോടൊപ്പം ഈ RH ആന്റിജനും കൂടി ഉണ്ടെങ്കിൽ ആ ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവായി മാറുന്നു. ഉദാഹരണത്തിന് ഇപ്പൊ എ ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ പഠിച്ചു, അവർക്ക് എ ആന്റിജൻ ഉണ്ട്, ഓൾറെഡി ഉണ്ട്. എ എന്ന് പറയുന്ന ആന്റിജനാണ് അവരിൽ കാണുന്നത്. അതുകൊണ്ടാണ് അവർ നമ്മളെ എ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനോടൊപ്പം അവരിൽ RH ആന്റിജൻ കൂടി ഉണ്ടെങ്കിൽ അവർ RH പോസിറ്റീവ് ആണ്. അതോടൊപ്പം ആ ഗ്രൂപ്പിനെ നമ്മൾ എ പോസിറ്റീവ് എന്നാണ് പറയുക. അതുപോലെ ഒരാളിൽ എ എന്ന് പറയുന്ന ആന്റിജൻ ഉണ്ട്, പക്ഷെ അവരിൽ RH ആന്റിജൻ ഇല്ല എങ്കിൽ ആ ആളിനെ നമ്മൾ ശരിക്കും എ നെഗറ്റീവ് എന്നാണ് പറയുക. അവർ RH നെഗറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ അവരെ എ നെഗറ്റീവ് എന്നാണ് പറയുന്നത്. അതുപോലെ ഓരോ ഗ്രൂപ്പ് ബി ഗ്രൂപ്പിൽ ബി ആന്റിജൻ ഉണ്ട്, അതോടൊപ്പം RH ആന്റിജനുള്ള അവർ ബി പോസിറ്റീവ് ആണ്. എന്നാൽ ബി ആന്റിജൻ ഉണ്ട്, പക്ഷെ RH ആന്റിജൻ ഇല്ലെങ്കിൽ അവർ RH നെഗറ്റീവ് ആണ്. അതുപോലെ എ ബി ഗ്രൂപ്പിൽ എ ബി എന്നീ 2 ആന്റിജനുകളുണ്ട്, പക്ഷെ RH ആന്റിജൻ കൂടി ഉണ്ടെങ്കിൽ അവർ എ ബി പോസിറ്റീവ് ആയിരിക്കും. RH ആന്റിജൻ ഇല്ലെങ്കിൽ അവർ ബി നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ ഒ ഗ്രൂപ്പിൽ ശരിക്കും അവർക്ക് ആന്റിജനുകളില്ല, നോർമലി ആന്റിജൻ ഇല്ല, പക്ഷെ ആ ഒ ഗ്രൂപ്പിനൊപ്പം RH ആന്റിജൻ വരികയാണെങ്കിൽ അവര് ശരിക്കും ഒ പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ അവർക്ക് RH ആന്റിജൻ ഇല്ലെങ്കിൽ അവര് ഒ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഓരോ ബ്ലഡ് ഗ്രൂപ്പിനെയും ഇങ്ങനെ വീണ്ടും 2 ഗ്രൂപ്പുകളായിട്ട് പറയാം. എ പോസിറ്റീവ് എ നെഗറ്റീവ്, ബി പോസിറ്റീവ് ബി നെഗറ്റീവ്, എ ബി പോസിറ്റീവ് എ ബി നെഗറ്റീവ്, അതുപോലെ ഒ പോസിറ്റീവ് ഒ നെഗറ്റീവ്. അങ്ങനെ 8 ബ്ലഡ് ഗ്രൂപ്പുകളാണ് ഈ RH ആന്റിജന്റെ പ്രസൻസോ ആബ്സെൻസോ അനുസരിച്ച് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഇനി നമുക്ക് അതിലേക്ക് വരാം. നമ്മൾ നോക്കുക, ഇനി അടുത്തായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ നോട്ട്ബുക്കിലോ നോക്കുക, RH ഗ്രൂപ്പിംഗ് എന്നാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. RH antigen present in rhesus monkeys, here RH എന്ന് പറയുന്നതാണ്, is also observed in the surface of RBCs of majority, nearly 80% of humans. 80% ആളുകളിലും ഈ RH പോസിറ്റീവ് ആന്റിജൻ കാണുന്നുണ്ട്, അല്ലെങ്കിൽ RH ആന്റിജൻ കാണുന്നുണ്ട്. അവരെല്ലാം നമ്മൾ RH പോസിറ്റീവ് എന്നാണ് പറയുക. അപ്പം ഒരു പോപ്പുലേഷനിലെ
RH പോസിറ്റീവ് ആന്റിജൻ കാണുന്ന 80% ആളുകളുണ്ട്. ഓർഗനിന്റെ റീസസ് മങ്കിയുടെ ബ്ലഡിൽ കാണുന്ന ഒരു ആന്റിജൻ മനുഷ്യ രക്തത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ RH ആന്റിജൻ പറയുന്നത്. ആ RH ആന്റിജൻ ഉള്ള ബ്ലഡിനെയാണ് RH പോസിറ്റീവ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു പോപ്പുലേഷൻ നമ്മൾ എടുക്കുമ്പോൾ 100 പേര് എടുക്കുമ്പോൾ 80 പേരിലോളം പോസിറ്റീവ് ബ്ലഡാണ് കാണുന്നത്. ഇനി when RH antigen is absent, persons are called RH negative. ഒരാളുടെ ബ്ലഡിൽ RH ആന്റിജൻ ഇല്ലെങ്കിൽ അത് RH നെഗറ്റീവ് എന്നാണ് പറയുക. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇനി an RH നെഗറ്റീവ് പേഴ്സൺ if exposed to RH പോസിറ്റീവ് ബ്ലഡ്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു RH നെഗറ്റീവ് പേഴ്സന്റെ ബ്ലഡിലേക്ക് RH പോസിറ്റീവ് ബ്ലഡ് കലരാനിടയായാൽ will form specific antibodies against RH antigens. ഈ RH നെഗറ്റീവ് ബ്ലഡ് RH പോസിറ്റീവ് ആന്റിജനെതിരെ ശരിക്കും സ്പെസിഫിക് ആന്റിബോഡീസ് ക്രിയേറ്റ് ചെയ്യും. അതാണ് പ്രത്യേകത. If an RH negative person if exposed to RH positive blood will form specific antibodies against the RH antigens. ഒരാളുടെ ബ്ലഡ് നെഗറ്റീവ് ആണ്, അവരിൽ എങ്ങനെയെങ്കിലും പോസിറ്റീവ് ബ്ലഡ് കലരാൻ ഇടയായാൽ സ്വാഭാവികമായിട്ട് സ്പെസിഫിക് ആന്റിബോഡീസ് അതിനെതിരെ ശരീരം ക്രിയേറ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ RH ഇൻകോമ്പാറ്റബിലിറ്റി അല്ലെങ്കിൽ മിസ് മാച്ചിങ് എന്ന് പറയുന്നത്. RH ഇൻകോമ്പാറ്റബിലിറ്റി അല്ലെങ്കിൽ മിസ് മാച്ചിങ് എന്നാണെങ്കിൽ പറയാം, പരസ്പരം ചേരാതിരിക്കുക. അതാണ് RH ഇൻകോമ്പാറ്റബിലിറ്റി ഓർ മിസ് മാച്ചിങ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ബിറ്റ്വീൻ the RH negative blood of a pregnant mother with RH positive blood of a fetus. അതായത് ഇത് വളരെ പ്രധാനപ്പെട്ട പോപ്പുലേഷനിലെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ RH ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത്. RH ഇൻകോമ്പാറ്റബിലിറ്റി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? RH ഇൻകോമ്പാറ്റബിലിറ്റി അല്ലെങ്കിൽ RH മിസ് മാച്ചിങ് ഉണ്ടാകുന്നത് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഒരു ഫീമെയിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ RH നെഗറ്റീവ് ആണെങ്കിൽ, അതായത് അവർ ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആയാലും അവരിൽ RH ആന്റിജൻ ഇല്ലെങ്കിൽ അവർ നെഗറ്റീവ് ആണ്. അങ്ങനെ നെഗറ്റീവ് രക്തഗ്രൂപ്പുള്ള ഒരു സ്ത്രീ പ്രഗ്നന്റ് ആകുമ്പോൾ അവരുടെ ഹസ്ബൻഡ് RH പോസിറ്റീവ് ആണെങ്കിൽ സ്വാഭാവികം ഫീറ്റസ് അല്ലെങ്കിൽ കുഞ്ഞ് RH പോസിറ്റീവ് ആയിരിക്കും. കാരണം RH പോസിറ്റീവ് ആണ് ഡോമിനന്റ് ആണിത്. ഡോമിനന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ രണ്ടെണ്ണത്തെ കൂട്ടിച്ചേർത്ത് ഏതാണോ മുന്നിൽ നിൽക്കുന്നത് അതിനെയാണ് നമ്മൾ അതൊക്കെ പഠിക്കും പിന്നീട്. അപ്പോൾ ശരിക്കും ഒരു RH നെഗറ്റീവ് രക്തമുള്ള ഒരു സ്ത്രീയെ RH പോസിറ്റീവ് രക്തമുള്ള ഒരു പുരുഷൻ വിവാഹം കഴിച്ചാൽ അവരുടെ കുഞ്ഞ് RH പോസിറ്റീവ് ആയിരിക്കും. ആ RH പോസിറ്റീവ് ശരിക്കും ഫീറ്റസിന് വന്നു കഴിഞ്ഞാൽ അത് ചെറിയ ഇൻകോമ്പാറ്റബിലിറ്റി ഉണ്ടാകും. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് RH ഇൻകോമ്പാറ്റബിലിറ്റി വരാവുന്ന ഒരു കേസാണ് വെൻ ഫീമെയിൽ ഈസ് RH നെഗറ്റീവ്. അതാണ് നോക്കേണ്ടത്. ഫീമെയിൽ RH നെഗറ്റീവ് ആവുകയും ഹസ്ബൻഡ് RH പോസിറ്റീവ് ആവുകയും ചെയ്താൽ ഫീറ്റസ് RH പോസിറ്റീവ് ആയിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. സോ RH ഇൻകോമ്പാറ്റബിലിറ്റി മിസ്മാച്ചിങ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ബിറ്റ്വീൻ RH നെഗറ്റീവ് ബ്ലഡ് ഓഫ് എ പ്രഗ്നന്റ് മദർ വിത്ത് RH പോസിറ്റീവ് ബ്ലഡ് ഓഫ് ദി ഫീറ്റസ്. മനസ്സിലായല്ലോ? അപ്പോൾ അമ്മ RH നെഗറ്റീവ് ആയിരിക്കുകയും അച്ഛൻ RH പോസിറ്റീവ് ആയിരിക്കും ചെയ്താൽ കുഞ്ഞ് RH പോസിറ്റീവ് ആയിരിക്കും. ആ സമയത്താണ് ഈ ഇൻകോമ്പാറ്റബിലിറ്റി ഉണ്ടാവുന്നത്. ഇനി അതെങ്ങനെയാണ്? RH antigens of the fetus do not get exposed to the RH negative blood of the mother in the first pregnancy as the two bloods are well separated by the placenta. നമുക്കറിയാം പ്ലാസന്റ വഴിയാണ് അമ്മയുടെ ശരീരത്തിൽ നിന്ന് കുഞ്ഞിന്റെ ശരീരത്തിലേക്കും കുഞ്ഞിന്റെ ശരീരത്തിൽ അമ്മയുടെ ശരീരത്തിലേക്കൊക്കെ വസ്തുക്കൾ അങ്ങോട്ട് കൂടെ കടന്നു പോകുന്നത്. അപ്പോൾ അവിടെ ഒരിക്കലും ഡയറക്റ്റ് ബ്ലഡ് കോണ്ടാക്ട് ഇല്ല, പ്ലാസന്റയിലുള്ള കോണ്ടാക്റ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ശരിക്കും ഒന്നാമത്തെ പ്രഗ്നൻസിയിൽ അമ്മയുടെ ശരീരത്തിലെ ഈ അമ്മയുടെ ശരീരം RH നെഗറ്റീവ് ആണ്, കുഞ്ഞ് RH പോസിറ്റീവ് ആണ്. പക്ഷേ ഈ RH പോസിറ്റീവ് ആന്റിജനും RH നെഗറ്റീവ് ആന്റിജനും തമ്മിൽ കലരാനുള്ള ഒരു സാധ്യതയും ഇല്ല. അതാണ് പറഞ്ഞത്. RH ആന്റിജൻ ഓഫ് ദി ഫീറ്റസ് ഡു നോട്ട് ഗെറ്റ് എക്സ്പോസ്ഡ്, ഒരിക്കലും എക്സ്പോസ് ചെയ്യപ്പെടത്തില്ല ടു ദി RH നെഗറ്റീവ് ബ്ലഡ് ഓഫ് ദി മദർ ഇൻ ദ ഫസ്റ്റ് പ്രഗ്നൻസി ആസ് ദ ടു ബ്ലഡ്സ് ആർ വെൽ സെപ്പറേറ്റഡ് ബൈ പ്ലാസന്റ. രണ്ട് രക്തത്തെയും പ്ലാസന്റ നന്നായി സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഒരിക്കലും അമ്മയുടെ RH നെഗറ്റീവ് രക്തവുമായി കുഞ്ഞിന്റെ RH പോസിറ്റീവ് ബ്ലഡ് കലരുന്നില്ല. ബട്ട് എന്താണ് പ്രശ്നം? During the delivery of the first child, there is a possibility of exposure of the maternal blood to small amounts of RH positive blood from the fetus. പക്ഷേ ഡെലിവറി നടക്കുന്ന സമയത്ത് നമുക്കറിയാം പൊക്കിൾക്കൊടിയൊക്കെ മുറിക്കുന്ന സമയത്ത് അവിടെയാണ് പ്രശ്നം വരുന്നത്. During the delivery of the first child, there is a possibility of exposure of the maternal blood to small amounts of RH positive blood from the fetus. അതായത് പ്രസവ സമയത്ത് ഈ പൊക്കിൾക്കൊടി മുറിക്കുന്ന സമയത്ത് അമ്മയുടെ ശരീരത്തിലെ അമ്മയുടെ ശരീരം കുഞ്ഞിന്റെ ശരീരം നമ്മൾ ബന്ധിപ്പിച്ചിരിക്കുകയാണ് പൊക്കിൾക്കൊടി വഴി. അപ്പോൾ അതാണ് കട്ട് ചെയ്യുന്നത്. ആ കട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ബ്ലഡ് തമ്മിൽ കലരാനിടയാവുന്നു. അതായത് കുഞ്ഞിന്റെ മുറിഞ്ഞു കഴിയുമ്പോൾ അമ്മയുടെ RH നെഗറ്റീവ് ബ്ലഡും കുഞ്ഞിന്റെ RH പോസിറ്റീവ് ബ്ലഡും തമ്മിൽ കലരുന്നു. അവിടെ അല്പസമയത്തേക്ക് അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രഗ്നൻസിയിൽ ഒന്നാമത്തെ പ്രഗ്നൻസി പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ഡെലിവറി സമയത്ത് പൊക്കിൾക്കൊടി മുറിക്കുന്ന സമയത്ത് അമ്മയുടെ ബ്ലഡും കുഞ്ഞിന്റെ ബ്ലഡും തമ്മിൽ, അതായത് അമ്മയുടെ RH നെഗറ്റീവ് ബ്ലഡും കുഞ്ഞിന്റെ RH പോസിറ്റീവ് ബ്ലഡും തമ്മിൽ മിക്സ് ആവുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്.
During the delivery of the first child, there is a possibility of export from the maternal blood to small amounts of Rh positive blood from the fetus. Upon the mother starts preparing antibodies against Rh antigen in her blood. അപ്പോൾ അമ്മയുടെ ശരീരം ഈ Rh പോസിറ്റീവ് ആന്റിജനെതിരെ അമ്മയുടെ ശരീരത്തിൽ ആന്റിബോഡി ഉണ്ടാവും. നമ്മൾ ഒരു സ്പെസിഫിക് ആന്റിബോഡി ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള സ്പെസിഫിക് ആന്റിബോഡീസ് അമ്മയുടെ ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതായത് ഈ ഡെലിവറിക്ക് ശേഷം കുഞ്ഞിന്റെ Rh പോസിറ്റീവ് ആന്റിജൻ അമ്മയുടെ ബ്ലഡുമായി കലർന്നു കഴിയുമ്പോൾ അമ്മയുടെ ശരീരം ഈ Rh പോസിറ്റീവ് ആന്റിജനെതിരെ ചില സ്പെസിഫിക് ആന്റിബോഡികളെ ഉത്പാദിപ്പിക്കുന്നു. അതാണ് നമ്മൾ പറഞ്ഞത്. In subsequent pregnancies, അപ്പോൾ ഒന്നാമത്തെ ഡെലിവറി കഴിഞ്ഞുകൊണ്ട് പിന്നെ അതിന് പ്രശ്നമൊന്നുമില്ല. ബട്ട് ഇൻ സബ്സിക്വന്റ് പ്രഗ്നൻസീസ്, പക്ഷെ വീണ്ടും ആ സ്ത്രീ ഒരിക്കൽ കൂടി പ്രഗ്നന്റ് ആവുന്ന സമയത്ത് ദി Rh ആന്റിബോഡീസ് ഫ്രം ദ മദർ, വീണ്ടും Rh ആന്റിബോഡീസ് ഫ്രം ദ മദർ, മദർ എന്താണ് Rh നെഗറ്റീവ് ആണ്, can leak into the blood of the fetus Rh positive and destroy the fetal RBC. അപ്പോൾ അമ്മയുടെ ശരീരം ആദ്യം തന്നെ എന്ത് ചെയ്തു, ഈ പോസിറ്റീവ് ആന്റിജനെതിരെ ആന്റിബോഡികൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കുഞ്ഞുണ്ടാകുമ്പോൾ കുഞ്ഞ് പോസിറ്റീവ് തന്നെ ആയിരിക്കും. അപ്പോൾ ആ കുഞ്ഞിന്റെ ബ്ലഡിലെ Rh പോസിറ്റീവ് ആന്റിജനെതിരെ അമ്മയുടെ ശരീരം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന Rh പോസിറ്റീവ് ആന്റിജൻ മൂലം പ്രതികരിക്കുന്നു. അതാണ് പ്രശ്നം. അതായത് ഇൻ സബ്സിക്വന്റ് പ്രഗ്നൻസീസ് ദി Rh ആന്റിബോഡീസ് ഫ്രം ദ മദർ, Rh നെഗറ്റീവിനെതിരെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട Rh പോസിറ്റീവ് ആന്റിബോഡീസ് അല്ലെങ്കിൽ Rh ആന്റിബോഡീസ് ക്യാൻ ലീക്ക് ഇൻ ദ ബ്ലഡ് ഓഫ് ദ ഫീറ്റസ്, കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് ലീക്ക് ചെയ്യുകയും ആൻഡ് ഡിസ്ട്രോയ് ദ ഫീറ്റൽ RBC, കുഞ്ഞിന്റെ RBCയെ നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ശരിക്കും അതിന്റെ അർത്ഥം മനസ്സിലായത് നിങ്ങൾക്ക്? അതായത് ഒരു ഒന്നാമത്തെ പ്രഗ്നൻസിക്ക് ശേഷം രണ്ട് ബ്ലഡും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചാൽ ആ ജനിക്കുന്ന കുഞ്ഞ് Rh പോസിറ്റീവ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അമ്മയുടെ ശരീരത്തിലെ നേരത്തെ ഈ നെഗറ്റീവ് ബ്ലഡ് തമ്മിൽ കലർന്നപ്പോൾ തയ്യാറാക്കി വെച്ചിരുന്ന Rh പോസിറ്റീവ് ആന്റിജനെതിരെയുള്ള ആന്റിബോഡികൾ കുഞ്ഞിന്റെ ബ്ലഡുമായി കലർന്ന് കുഞ്ഞിന്റെ RBCയെ നശിപ്പിക്കും. അതാണ് പറഞ്ഞത്. അമ്മയുടെ ശരീരത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പോസിറ്റീവ് ആന്റിജനെതിരെയുള്ള ആന്റിബോഡികൾ കുഞ്ഞിന്റെ ബ്ലഡുമായി കലർന്ന് കുഞ്ഞിന്റെ RBCയെ നശിപ്പിക്കും. മനസ്സിലായല്ലോ? ദിസ് കുഡ് ബി ഫേറ്റൽ ടു ദ ഫീറ്റസ് ഓർ കുഡ് കോസ് സിവിയർ അനീമിയ ആൻഡ് ജോണ്ടിസ് ടു ദ ബേബി. ഇത് കുഞ്ഞിന് അപകടകരമാണ് എന്ന് മാത്രമല്ല, അത് സിവിയർ അനീമിയ, വളരെ കൂടുതൽ അനീമിയയും ജോണ്ടിസും മഞ്ഞപ്പിത്തം വിളർച്ചയും മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗവും കുഞ്ഞിനുണ്ടാകാൻ കാരണമാകുന്നു. ഈ കണ്ടീഷനെയാണ് നമ്മൾ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത്. ആ കണ്ടീഷന്റെ പേരാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. വളരെ പ്രധാനപ്പെട്ട രോഗമാണിത്. അപ്പം അമ്മ Rh നെഗറ്റീവും അച്ഛൻ Rh പോസിറ്റീവുമാണെങ്കിൽ കുഞ്ഞ് Rh പോസിറ്റീവ് ആയിരിക്കും. ഒന്നാമത്തെ പ്രഗ്നൻസി പ്രശ്നമില്ല. ഒന്നാമത്തെ ഡെലിവറി കഴിയുമ്പോൾ അമ്മയുടെ ബ്ലഡും കുഞ്ഞിന്റെ ബ്ലഡും തമ്മിൽ മിക്സ് ആവുകയും അമ്മയുടെ ശരീരം കുഞ്ഞിന്റെ Rh പോസിറ്റീവ് ആന്റിജനെതിരെ ആന്റിബോഡികളെ ഉത്പാദിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അടുത്ത പ്രഗ്നൻസിയിൽ കുഞ്ഞിന്റെ ശരീരത്തിലെ Rh പോസിറ്റീവ് ആന്റിജനെതിരെ അമ്മയുടെ ശരീരം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആന്റിബോഡികൾ അങ്ങോട്ട് കലർത്തി കൊടുക്കുമ്പോൾ കുഞ്ഞിന്റെ ശരീരത്തിലെ RBC നശിച്ചു പോകും. ഇത് കുഞ്ഞിന്റെ ശരീരത്തിലെ RBC നശിച്ച് അതുമൂലം കുഞ്ഞിന് അപകടമുണ്ടാകാനും കുഞ്ഞിന് അനീമിയയും ജോണ്ടിസും ഉണ്ടാകാനും കാരണമാകും. ഈ കണ്ടീഷനെയാണ് നമ്മൾ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത്. ഈ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തായിരിക്കണം, അമ്മ Rh നെഗറ്റീവും അച്ഛൻ Rh പോസിറ്റീവ് ആയിരിക്കണം. ഈ കണ്ടീഷൻ മാത്രമേ, അതായത് അമ്മയും അച്ഛനും Rh നെഗറ്റീവ് ആണെങ്കിൽ ഈ രോഗം ഉണ്ടാവുകയില്ല. അമ്മയും അച്ഛനും Rh പോസിറ്റീവ് ആണെങ്കിൽ ഈ രോഗം ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് അമ്മ Rh നെഗറ്റീവും അച്ഛൻ Rh പോസിറ്റീവും ആവുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. നേരെ മറിച്ച് അമ്മ Rh പോസിറ്റീവും അച്ഛൻ Rh നെഗറ്റീവ് ആണെങ്കിലും ഈ പ്രശ്നം ഉണ്ടാകണമെന്നില്ല. കാരണം കുഞ്ഞ് Rh പോസിറ്റീവ് ആണെങ്കിലും അമ്മയുടെ ശരീരം ഓൾറെഡി Rh പോസിറ്റീവ് ആണ്. അപ്പം Rh നെഗറ്റീവ് രക്തമുള്ളവർക്കാണ് ഈ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ അമ്മ Rh നെഗറ്റീവ് രക്തമാണെങ്കിൽ നമ്മൾ ഇതിനെതിരെ ഇത് കണ്ടെത്തേണ്ടി വരും. ഒന്നാമത്തെ പ്രഗ്നൻസി പ്രശ്നമില്ല, അടുത്ത പ്രഗ്നൻസി മുതൽ നമ്മളത് കണ്ടെത്തും. അപ്പം നെഗറ്റീവ് രക്തമുള്ള സ്ത്രീകൾ സ്വാഭാവികമായും ഇതിൽ നിന്നുള്ള ഒരു സംരക്ഷണം നേടിയിരിക്കേണ്ടി വരും. അതിനെന്താ പറഞ്ഞിരിക്കുന്നത്? ലാസ്റ്റ് സെന്റൻസ് നോക്കി. ദിസ് ക്യാൻ ബി അവോയ്ഡഡ് ബൈ അഡ്മിനിസ്ട്രേറ്റിംഗ് Rh ആന്റിബോഡീസ് ടു ദ മദർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെലിവറി. ഡെലിവറി കഴിഞ്ഞാൽ ഉടനെ തന്നെ Rh ആന്റിബോഡി അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ മതി. അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ആയിട്ടാണ് കൊടുക്കുക. ഇപ്പം ഈ Rh ആന്റിബോഡികൾ ഡിസ്ട്രോയ് ചെയ്ത്, അതായത് നമ്മുടെ പോസിറ്റീവ് ആന്റിജനെതിരെ ഉത്പാദിപ്പിക്കുന്ന ആന്റിബോഡികളെ നശിപ്പിക്കാനുള്ള ചില Rh ആന്റിബോഡികളെ അമ്മയുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് നമുക്ക് ഈ പ്രശ്നത്തിന് രക്ഷപ്പെടാം. അപ്പം അങ്ങനെ നെഗറ്റീവ് രക്തമുള്ള ഇന്നത്തെ കാലത്ത് പേടിക്കാനൊന്നുമില്ല. പക്ഷേ അങ്ങനെ നെഗറ്റീവ് രക്തമാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ കുഞ്ഞ് Rh പോസിറ്റീവ് ആണെങ്കിൽ സ്വാഭാവികമായും ഒന്നാമത്തെ ഡെലിവറി കഴിയുമ്പോൾ ഈ ഇഞ്ചക്ഷൻ നമ്മൾ സ്വീകരിക്കണം. ആ ഇഞ്ചക്ഷൻ സ്വീകരിച്ചു കഴിയുമ്പോൾ ഈ പുതുതായി ക്രിയേറ്റ് ചെയ്ത ആന്റിബോഡികളെ
അതിന്റെ ആന്റി ആർച്ച് ആന്റിബോഡികൾ ഉപയോഗിച്ച് നിർവീര്യമാക്കിയാണ്. അപ്പോൾ അടുത്ത പ്രഗ്നൻസി പ്രശ്നമില്ല. അപ്പോൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡെലിവറി കഴിഞ്ഞാൽ ഉടനെ തന്നെയാണ് അത്തരം ഇഞ്ചക്ഷനുകൾ എടുക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് രക്തമുള്ള ആളുകൾ തീർച്ചയായും ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമുക്കിവിടെ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഓർത്തിരിക്കുന്നതാണ്. ആർച്ച് നെഗറ്റീവ് രക്തമുള്ള ഒരു സ്ത്രീയെ ആർച്ച് പോസിറ്റീവ് രക്തമുള്ള ഒരാൾ വിവാഹം കഴിച്ചാൽ അവരുടെ കുഞ്ഞ് ആർച്ച് പോസിറ്റീവ് ആയിരിക്കും. ഒന്നാമത്തെ പ്രഗ്നൻസിയിൽ യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഡെലിവറി സമയത്ത് ഈ പിന്നെ അമ്മയുടെ രക്തവും കുഞ്ഞിന്റെ രക്തവും തമ്മിൽ കലരുകയും അപ്പോൾ ആർച്ച് പോസിറ്റീവ് ബ്ലഡും ആർച്ച് നെഗറ്റീവ് രക്തവും തമ്മിലാണ് കലരുന്നത്. അതിന്റെ ഫലമായി അമ്മയുടെ ശരീരം കുഞ്ഞിന്റെ ശരീരത്തിലെ ആർച്ച് പോസിറ്റീവ് ആന്റിജനെതിരെ ചില ആന്റിബോഡികളെ ഉത്പാദിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത പ്രഗ്നൻസി വരുന്ന സമയത്ത് വീണ്ടും ആർച്ച് പോസിറ്റീവ് കുഞ്ഞുണ്ടാകുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആർച്ച് ആന്റിബോഡികളെ ഉപയോഗിച്ചുകൊണ്ട് അമ്മയുടെ ശരീരം ഫീറ്റസിന്റെ ശരീരത്തിലേക്ക് അല്ലെ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് ഈ ആർച്ച് ആന്റിബോഡികൾ കടത്തിവിടുകയും അത് കുഞ്ഞിന്റെ ആർബിസി നശിച്ചു പോകുന്നതിന് കാരണമാവുകയും ചെയ്യും. അതിന്റെ ഫലമായി കുഞ്ഞിന് അനീമിയയും ജോണ്ടിസും ഉണ്ടാവുകയും കുഞ്ഞിന് അപകടം ഉണ്ടാവുകയും ആ കണ്ടീഷനെയാണ് നമ്മൾ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത്. ഇതിന്റെ റെമഡി എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആർച്ച് ആന്റിബോഡീസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി ഫസ്റ്റ് ഡെലിവറി. ഇതാണ് നമ്മൾ ആർച്ച് ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത്. ആർച്ച് ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് എക്സാമിനേഷൻ ചോദിച്ചാലാണ് പറയുന്നത്. അതായത് മനസ്സിലായല്ലോ. When a female is Rh negative and the male is Rh positive, the child will be Rh positive. There is no problem during the first pregnancy, but at the time of delivery, there is a mixing of Rh positive blood of the fetus and Rh negative blood of the mother. So the mother's body prepare antibodies against the Rh positive antigen of the fetus. Then in the next pregnancy or subsequent ഒരു pregnancy അല്ല എത്ര pregnancy ആണ്, in the next pregnancy the mother's body mother's blood and fetus blood mix each other and the antibodies destroy the fetal RBC that leads to severe anemia and jaundice, and this condition is called erythroblastosis fetalis. മനസ്സിലായല്ലോ. ഒന്ന് മലയാളത്തിൽ കൂടി പറയാം. ആർച്ച് നെഗറ്റീവ് രക്തമുള്ള ഒരു സ്ത്രീയെ ആർച്ച് പോസിറ്റീവ് രക്തമുള്ള ഒരു പുരുഷൻ വിവാഹം കഴിക്കുമ്പോൾ അവരുടെ കുഞ്ഞ് ആർച്ച് പോസിറ്റീവ് ആയിരിക്കും. ഒന്നാമത്തെ പ്രഗ്നൻസിയിൽ യാതൊരു പ്രശ്നവുമില്ല, കാരണം ബ്ലഡ് തമ്മിൽ കലരാത്തതുകൊണ്ട് പ്ലാസന്റ വഴി സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതാണ്. എന്നാൽ ഡെലിവറി സമയത്ത് ഈ ബ്ലഡ് തമ്മിൽ മിക്സ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് അവിടെ കുഞ്ഞിന്റെ ശരീരത്തിലെ ആർച്ച് പോസിറ്റീവ് ആന്റിജനെതിരെ അമ്മയുടെ ശരീരത്തിലെ ആർച്ച് നെഗറ്റീവ് ആന്റിജൻ ചില ആന്റിബോഡികളെ ഉത്പാദിപ്പിക്കുന്നു. അപ്പോൾ വീണ്ടും പ്രഗ്നന്റ് ആവുന്ന സമയത്ത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ആന്റിബോഡികൾ കുഞ്ഞിന്റെ രക്തത്തിലേക്ക് കലർന്ന് കുഞ്ഞിന്റെ RBCയെ നശിപ്പിക്കുന്നു. ഇത് കുഞ്ഞിൽ അനീമിയയും ജോണ്ടിസും ഉണ്ടാകാൻ കാരണമാവുകയും കുഞ്ഞിന് അപകടം ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ അവസ്ഥയാണ് നമ്മൾ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത്. ഇതിന്റെ റെമഡി എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് RH ആന്റിബോഡീസ്. അതായത് RH ആന്റിബോഡീസ് ഇഞ്ചെക്ട് ചെയ്യുക. എപ്പോഴാണ്? ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി ഡെലിവറി. ഒന്നാമത്തെ ഡെലിവറി കഴിയുമ്പോൾ തന്നെ RH ആന്റിബോഡികൾ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആന്റി-RH ആന്റിബോഡികൾ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും. മനസ്സിലായല്ലോ. ഇതാണ് നമ്മൾ ഈ RH ഗ്രൂപ്പിനെ കുറിച്ച് ഓർപ്പിക്കുന്നത്. അപ്പൊ ഈ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്താണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? എങ്ങനെയാണ് അത് ഉണ്ടാകുന്നതെന്ന്? ഹൗ ദ പ്രോബ്ലം ഓഫ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് ഹാപ്പൻസ് ഇൻ എ ചൈൽഡ്. ഒരു കുഞ്ഞിന് എങ്ങനെയാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് ഉണ്ടാകുന്നത്? ഏത് കണ്ടീഷനാണെന്ന് ആർക്ക് പറയാം? പറയാമോ? ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കണ്ടീഷൻ ഒന്ന് പറയാം, എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആരാണ് RH നെഗറ്റീവ്, ആരാണ് RH പോസിറ്റീവ്, കുഞ്ഞിന്റെ ബ്ലഡ് എന്താണ്, അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണ്, അടുത്ത പ്രഗ്നൻസി എന്താണ് മാറ്റമുള്ളത്, അങ്ങനെ 2-3 കാര്യങ്ങളുണ്ടല്ലോ. ആർക്കെങ്കിലും പറയാമോ? ആർക്കും പറയാൻ പറ്റുന്നില്ല? പറയൂ കൃഷ്ണ. മദറിന്റെ ബ്ലഡ് RH നെഗറ്റീവും ഫാദറിന്റെ ബ്ലഡ് RH പോസിറ്റീവും ആകുമ്പോ അപ്പം കുട്ടിയുടെ ബ്ലഡ് RH പോസിറ്റീവ് ആയിരിക്കും. ആ സമയത്ത് ഈ മദറിന്റെ RH നെഗറ്റീവ് ബ്ലഡ് ഫീറ്റസിലേക്ക് ലീക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. സബ്സിക്വന്റ് പ്രഗ്നൻസിയിൽ, ഫസ്റ്റ് പ്രഗ്നൻസിയിലല്ല, സബ്സിക്വന്റ് പ്രഗ്നൻസിയിൽ അങ്ങനെ ലീക്ക് ചെയ്യുന്ന സമയത്ത് കുട്ടിക്ക് ഫീറ്റസിന് സിവിയർ അനീമിയോ ഇല്ലെങ്കിൽ ജോണ്ടിസ് പോലെയുള്ള എന്തെങ്കിലും അസുഖങ്ങൾ വരും. അപ്പം അതിനെയാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ആയിട്ട് പറയുന്നത്.
അതിനുള്ള റെമഡി എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രിങ് ആന്റി-ആർഎച്ച് ആന്റിബോഡീസ്. ഇത് ഡെലിവറി കഴിഞ്ഞ പാടെ ആന്റി-ആർഎച്ച് ആന്റിബോഡീസ് അഡ്മിനിസ്റ്റർ ചെയ്താൽ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പറയാൻ പറ്റുന്നേ പറയൂ, കണ്ടീഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഞാൻ ഒരിക്കൽ കൂടി പറയാം, ശ്രദ്ധിച്ചോളൂ. അതായത് മദർ RH നെഗറ്റീവും ഫാദർ RH പോസിറ്റീവും ആണെങ്കിൽ കുഞ്ഞ് RH പോസിറ്റീവ് ആയിരിക്കും. അതാണ് എനിക്ക് ഒന്നാമതായിട്ട് പറഞ്ഞത്. അതായത് അമ്മ RH നെഗറ്റീവും അച്ഛൻ RH പോസിറ്റീവ് ആണെങ്കിൽ കുഞ്ഞ് RH പോസിറ്റീവ് ആണ്. ഒന്നാമത്തെ പ്രഗ്നൻസിയിൽ ബ്ലഡ് മിക്സ് ചെയ്യാത്തതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ ഡെലിവറി സമയത്ത് ഈ നമുക്കറിയാം പൊക്കിൾക്കുഴിയിൽ മുറിക്കുന്ന സമയത്ത് അമ്മയുടെ ബ്ലഡും കുഞ്ഞിന്റെ ബ്ലഡും തമ്മിൽ മിക്സ് ചെയ്യും. ആ സമയത്ത് അമ്മയുടെ ശരീരം കുഞ്ഞിന്റെ ശരീരത്തിലെ RH പോസിറ്റീവ് ആന്റിജനെതിരെ ചില ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കും. അടുത്ത പ്രഗ്നൻസി ഉണ്ടാകുമ്പോൾ ഈ ആന്റിബോഡികൾ കുഞ്ഞിന്റെ RBCയെ നശിപ്പിക്കും. അതിന്റെ ഫലമായി കുഞ്ഞിന് അനീമിയയും ജോണ്ടിസും ഉണ്ടാകും. ഇതിനെയാണ് നമ്മുടെ എർത്രോബ്ലാസ്റ്റോസിസ് ഫിറ്റാലിസ് പറയുന്നത്. വലിയൊരു കോംപ്ലിക്കേറ്റഡ് കാര്യമൊന്നുമല്ല, നമുക്ക് മനസ്സിലായ അത്രയും ഉള്ളൂ. അതായത് അമ്മ RH നെഗറ്റീവ് അച്ഛൻ RH പോസിറ്റീവ് ആണ്, കുഞ്ഞ് RH പോസിറ്റീവ് ആണ്. ഒന്നാമത്തെ പ്രഗ്നൻസി യാതൊരു പ്രശ്നമില്ല, കാരണം ബ്ലഡ് തമ്മിൽ മിക്സ് ആവുന്നില്ല. ഡെലിവറി സമയത്ത് രണ്ട് ബ്ലഡ് കൂടെ മിക്സ് ആവുന്നതുകൊണ്ട് അമ്മയുടെ ശരീരം കുഞ്ഞിന്റെ ശരീരത്തിലെ RH പോസിറ്റീവ് ആയതിനെതിരെ ചില ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നു. അടുത്ത പ്രഗ്നൻസി ഉണ്ടാകുമ്പോൾ വീണ്ടും കുഞ്ഞ് RH പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ആ പോസിറ്റീവ് ബ്ലഡിനെതിരെ നേരത്തെ തയ്യാറാക്കി വെച്ച ആന്റിബോഡികൾ പ്രതികരിച്ച് RBCയെ നശിപ്പിക്കുകയും ജോണ്ടിസും അനീമിയയും ഉണ്ടാവുകയും ചെയ്യും. ഈ കണ്ടീഷനാണ് എർത്രോബ്ലാസ്റ്റോസിസ് ഫിറ്റാലിസ്. ഇത്രയാണ് നമ്മൾ പറയേണ്ടത്. ആർക്ക് പറയാൻ ശ്രമിച്ചു നോക്കൂ. നിങ്ങൾക്ക് മനസ്സിലാക്കിയാലേ അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് എർത്രോബ്ലാസ്റ്റോസിസ് ഫിറ്റാലിസ് എന്നാണ് എന്നൊക്കെ. ഞാൻ പേര് വിളിച്ച് ചോദിക്കണം, നിങ്ങൾ തന്നെ പറയാൻ വേണ്ടിയാണ്. മനസ്സിലായവർ പറയും. പറയാമില്ല, ഒന്ന് രണ്ടുപേര് പറയുമ്പോൾ ബാക്കിയുള്ളവർ മനസ്സിലാവും. RH നെഗറ്റീവും അച്ഛന്റെ ബ്ലഡ് RH പോസിറ്റീവ് ആണെങ്കിൽ ഒന്നാമത്തെ കൊച്ചിന്റെ ഡെലിവറിന്റെ സമയത്ത് കൊച്ചിന്റെ RH പോസിറ്റീവ് ബ്ലഡ് അമ്മയുടെ ബ്ലഡായിട്ട് ചെറുതായിട്ട് എക്സ്പോഷർ ഉണ്ടാവും. അന്നേരം അമ്മയുടെ ബ്ലഡിന് RH ആന്റിജന് എഗൈൻസ്റ്റ് ആന്റിബോഡീസ് ഇനി സബ്സിക്വന്റ് പ്രഗ്നൻസിയില് അമ്മയുടെ RH നെഗറ്റീവ് ബ്ലഡ് കൊച്ചിന്റെ RH പോസിറ്റീവ് ബ്ലഡ് അതിനകത്ത് ലീക്ക് ചെയ്യും. RBCനെ ഡിസ്ട്രോയ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കൊച്ചിന് സീവിയർ അനീമിയ ജോണ്ടിസ് ഒക്കെ ഉണ്ടാകും. ഈ കണ്ടീഷനാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. അത്രേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഇത്രയേ ഉള്ളൂ. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി ആർക്കെങ്കിലും പറയുമെന്ന് പറയാം ആ കണ്ടീഷൻ എന്താണെന്നുള്ളത്. മനസ്സിലായി? നിങ്ങളാരും പ്രതികരിക്കായിരുന്നു ഞാൻ വിചാരിക്കുന്നത് മനസ്സിലായില്ലതല്ലേ. ഞാൻ വീണ്ടും പറയണേ നിങ്ങൾ പറയണം കേട്ടോ. ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ പോയിന്റ്സ് അറിയത്തില്ലെങ്കിൽ ചോദിക്കാം, എന്നും പ്രശ്നമില്ല. ഞാൻ വീണ്ടും പറയണമെന്നില്ല. ഞാൻ അടുത്തേക്ക് പോകട്ടെ എന്നറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുമല്ലോ, വായിച്ചു നോക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഒരിക്കൽ കൂടി പറഞ്ഞിട്ട് പോവാം. അതായത് ഇത്രയേ ഉള്ളൂ. ഒരു മദർ RH നെഗറ്റീവും ഫാദർ RH പോസിറ്റീവ് ആണെങ്കിൽ ചൈൽഡ് RH പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഡെലിവറിയിൽ ദർ ഇസ് നോ മിക്സിംഗ് ഓഫ് ബ്ലഡ് ഒരിക്കലും മിക്സ് ആവുന്നില്ല. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ബട്ട് അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി ദർ ഇസ് എ ചാൻസ് ഫോർ മിക്സിംഗ് ഓഫ് RH നെഗറ്റീവ് ആൻഡ് RH പോസിറ്റീവ് ബ്ലഡ്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അമ്മ RH നെഗറ്റീവ് ആയതുകൊണ്ട് കുഞ്ഞ് RH പോസിറ്റീവ് ആയതുകൊണ്ട് ദ മദേഴ്സ് ബോഡി പ്രിപ്പയർ ആന്റിബോഡീസ് അഗെയിൻസ്റ്റ് RH പോസിറ്റീവ് ആന്റിജൻ. ആ RH പോസിറ്റീവിനെതിരെ അമ്മയുടെ ശരീരം ചില ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കും. സബ്സിക്വന്റ് പ്രഗ്നൻസി വീണ്ടും ഒരു കൂടി പ്രഗ്നന്റ് ആവുന്ന സമയത്ത് എത്ര വർഷമായാലും ഓരോ പ്രഗ്നൻസിയിലും എന്ത് സംഭവിക്കും? കുഞ്ഞ് വീണ്ടും RH പോസിറ്റീവ് തന്നെ ആയിരിക്കും. അപ്പോൾ RH പോസിറ്റീവിനെതിരെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആന്റിബോഡികൾ കുഞ്ഞിന്റെ ബ്ലഡിലേക്ക് ലീക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ കുഞ്ഞിന്റെ RBC നശിച്ചു പോവുകയും അനീമിയയും ജോണ്ടിസ് ഉണ്ടാവുകയും ചെയ്യും. ഈ കണ്ടീഷനെയാണ് നമ്മൾ എർത്രോബ്ലാസ്റ്റോസിസ് ഫിറ്റാലിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുള്ള റെമഡിയാണ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആന്റി-RH ബോഡീസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെലിവറി. ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ ഒരു RH ആന്റിബോഡി ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ നെഗറ്റീവ് ബ്ലഡ് ഉള്ള എല്ലാവരും ഇത് ഓർത്തിരിക്കണം. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. നമ്മൾ പറയാറുണ്ട്, സാധാരണയിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ വിവാഹത്തിന് മുമ്പ് നമ്മളിവിടെയാണ് ജാതകം. ജാതകത്തിൽ നമുക്കിത് അറിയാൻ പറ്റില്ലല്ലോ.
ഇങ്ങനത്തെ കണ്ടീഷനുകൾ ഒഴിവാക്കാൻ വേണ്ടി അവിടെയൊക്കെ ജനിതക പരിശോധന, ബ്ലഡിന്റെ അവരുടെ ജനറ്റിക് ഘടന, എയ്ഡ്സ് ഉണ്ടോ, ഇങ്ങനെയൊക്കെയാണെന്നുള്ള കണ്ടീഷനാണ് വിദേശ രാജ്യങ്ങൾക്ക് വിവാഹത്തിന്റെ മാട്രിമോണിയൽ പരസ്യം കൊടുക്കുമ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കേണ്ട ജാതകം ചെയ്തപ്പോൾ നാളെ ചെയ്ത് വിവാഹമുണ്ട് മറ്റേണ്ടത്, അതാണ് വ്യത്യാസം. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ശരിക്കും ബ്ലഡ് ഗ്രൂപ്പിൽ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞതാണ്. നെഗറ്റീവ് ബ്ലഡുള്ള ഒരു സ്ത്രീയെ പോസിറ്റീവ് ബ്ലഡുള്ള പുരുഷൻ വിവാഹം കഴിക്കുമ്പോൾ പ്രശ്നമുള്ളൂ. നെഗറ്റീവ് ബ്ലഡുള്ള ഒരു സ്ത്രീയെ നെഗറ്റീവ് ബ്ലഡുള്ള പുരുഷൻ വിവാഹം കഴിച്ചാൽ കുഴപ്പമില്ല. ഇതിപ്പം പോസിറ്റീവ് കഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ലേ, നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞാൽ അത് ജനിതകമായ ഇത്തരം പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ഹീമോഫീലിയ ഉള്ള ആളുകൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതാണ്. ജനിതക ഘടകങ്ങൾ വിദേശ രാജ്യങ്ങളൊക്കെ അങ്ങനത്തെയൊക്കെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് ഹീമോഫീലിയ ഉണ്ടോ, എയ്ഡ്സ് ഉണ്ടോ, സിക്കിൾ സെൽ അനീമിയ ഉണ്ടോ, ഇങ്ങനെയുള്ള രോഗങ്ങളുടെ ജനിതക രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അവർ അവരുടെ ബയോഡാറ്റയിൽ എഴുതി വെച്ചിട്ടാണ് വിവാഹത്തിലൊക്കെ അപേക്ഷ കൊടുക്കുന്നത്. നമ്മുടെ രാജ്യത്ത് അത്ര സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ആർച്ച് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. ആർച്ച് ഗ്രൂപ്പിംഗ് ഇങ്ങനെ എർത്തോബ്ലാസ്റ്റോസിസ് അത് നമുക്ക് പരീക്ഷ ചോദിക്കുമ്പോൾ ചിലപ്പം ഈ ഇതിനകത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഏത് കണ്ടീഷനിലാണ് എർത്തോബ്ലാസ്റ്റോസിസ് ഉണ്ടാകുന്നത് പറഞ്ഞ് ചിലപ്പോൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് 3-4 ഓപ്ഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കണം, അമ്മ ആർച്ച് നെഗറ്റീവും അച്ഛൻ ആർച്ച് പോസിറ്റീവും ആണെങ്കിൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. അതാണെന്ന് പറഞ്ഞത്. അവിടെ എപ്പോഴും പറഞ്ഞത് അമ്മ ആർച്ച് നെഗറ്റീവ് അച്ഛനാണ്, തിരിച്ച് അച്ഛൻ ആർച്ച് നെഗറ്റീവ് അമ്മ ആർച്ച് പോസിറ്റീവ് ആണെങ്കിൽ പ്രശ്നമില്ല. അമ്മ ആർച്ച് പോസിറ്റീവ് ആണെങ്കിൽ പ്രശ്നമേ വരില്ല. അമ്മ ആർച്ച് നെഗറ്റീവ് ആവുകയും അച്ഛൻ ആർച്ച് പോസിറ്റീവ് ആവുന്ന ഒരു കണ്ടീഷനിൽ മാത്രമേ എർത്തോബ്ലാസ്റ്റോസിസ് ഉള്ളൂ. അത് ഓർക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ബാക്കിയൊന്ന് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും സംശയമുണ്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതി. ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് കോയാഗുലേഷൻ ബ്ലഡ്, എങ്ങനെയാണ് രക്തം കട്ട പിടിക്കുന്നത്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്. രക്തം കട്ട പിടിക്കുന്നത് എങ്ങനെയാണ്, കോയാഗുലേഷൻ ബ്ലഡ്. Clotting of blood എന്ന് coagulation of clotting of blood. Coagulation. Blood exhibits coagulation or clotting in response to an injury or trauma. നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് ഉണ്ടാവുകയാണെങ്കിൽ അപ്പോഴാണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതിന്റെ പ്രശ്നം വരുന്നത് അല്ലേ. നമ്മൾ ഒരു ബ്ലഡ് നമ്മൾ ക്ലോട്ട് ചെയ്യുന്ന എപ്പോഴാണ്, എവിടെയെങ്കിലും ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയൊരു മുറിവ് ഉണ്ടാവുകയാണെങ്കിൽ ആ മുറിവിൽ നമ്മൾ രക്തം അല്പ സമയം കഴിയുമ്പോൾ ക്ലോട്ട് ചെയ്തേ പറ്റും. ചെയ്തില്ലെങ്കിൽ സ്വഭാവമായിട്ടും ബ്ലീഡിംഗ് ഉണ്ടാവും, നമ്മൾ ബ്ലഡ് അമിതമായി നഷ്ടപ്പെടും. അപ്പൊ ആ അമിതമായി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അല്പം കഴിയും ബ്ലഡ് ക്ലോട്ട് ചെയ്യും. അതാണ് പറയുന്നത്. ബ്ലഡ് എക്സിബിറ്റ്സ് കോയാഗുലേഷൻ ക്ലോട്ടിംഗ് in response to an injury or trauma. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ ഒരു ചെറിയ മുറിവോ ഉണ്ടാകുമ്പോൾ അവിടുന്ന് ബ്ലഡ് ലീക്ക് ചെയ്യും, അത് കുറച്ച് കഴിയുമ്പോൾ ക്ലോട്ട് ചെയ്യും. ദിസ് ഇസ് എ മെക്കാനിസം ടു പ്രിവെന്റ് എക്സസീവ് ലോസ് ഓഫ് ബ്ലഡ് ഫ്രം ദി ബോഡി. നമുക്കറിയാം കോയാഗുലേഷന്റെ ഗുണം എന്താണ്, നമ്മുടെ ശരീരത്തിൽ അമിതമായി ബ്ലഡ് നഷ്ടപ്പെടുന്നത് തടയുന്നത് കോയാഗുലേഷൻ വഴിയാണ്. സോ അതിന്റെ മെക്കാനിസം എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ടു പ്രിവെന്റ് എക്സസീവ് ലോസ് ഓഫ് ബ്ലഡ് ഫ്രം ദി ബോഡി. നമ്മുടെ ശരീരത്തിൽ അമിതമായി രക്തം നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കുന്നത് blood coagulation ആണ്. A darkish reddish brown scum or clot formed at the site of cut or an injury. ഒരു മുറിവ് ഉണ്ടാകുന്ന ഭാഗത്ത് ഉണ്ടാവും a dark reddish brown scum, ഒരു ക്ലോട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ രക്തക്കട്ട രൂപം കൊള്ളും അല്ലെ. അതിനെയാണ് a dark reddish brown scum എന്ന് പറയുന്നത്. നമ്മൾ എവിടെയാണോ മുറിവുണ്ടായത് ആ മുറിവിന്റെ രക്തം കുറച്ച് സമയം വന്നു കഴിയുമ്പോൾ അവിടെ ശരിക്കും ഒരു ഡാർക്ക് റെഡ് ആയിട്ടുള്ള ഒരു ചെറിയ ക്ലോട്ട് രൂപം കൊള്ളും. ആ ഡാർക്ക് റെഡിഷ് ബ്രൗൺ സ്കം അതിനെയാണ് നമ്മൾ ക്ലോട്ട് എന്ന് പറയുന്നത്. അതെവിടെ ഉണ്ടാവുന്നത്, അത് സൈറ്റ് ഓഫ് ഇഞ്ചുറി. എവിടെയാണോ മുറിവുണ്ടായത് ആ മുറിവുണ്ടായ ഭാഗത്താണ് നമുക്ക് ഈ ക്ലോട്ട് രൂപപ്പെടുന്നത്. ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് എ നെറ്റ്വർക്ക് ഓഫ് ത്രെഡ്സ് കോൾഡ് ഫൈബ്രിൻസ് ഇൻ വിച്ച് ഡെഡ് ആൻഡ് ഡാമേജ്ഡ് ഫോംഡ് എലമെന്റ്സ് ഓഫ് ബ്ലഡ് ആർ ട്രാപ്ഡ്. ഇനി അത് എങ്ങനെയാണുണ്ടാവുന്നത്, എന്താണ് ഈ ക്ലോട്ടില്? ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് എ നെറ്റ്വർക്ക് ഓഫ് ത്രെഡ്സ് കോൾഡ് ഫൈബ്രിൻസ്. അവിടെ യഥാർത്ഥത്തിൽ നെറ്റ്വർക്ക് ഓഫ് ത്രെഡ്സ് ആണ് അല്ലെങ്കിൽ ഫൈബ്രിൻസ് ആണ്. കുറെ ഫൈബ്രിനുകൾ അല്ലെങ്കിൽ നാരുകൾ, ത്രെഡുകൾ രൂപം കൊള്ളുന്നതാണ്. ഇൻ വിച്ച് അവരേക്ക് എന്ത് ചെയ്യുന്നു, ഡെഡ് ആൻഡ് ഡാമേജ്ഡ് ഫോംഡ് എലമെന്റ്സ്. ഡെഡ് ആൻഡ് ഡാമേജ് ബ്ലഡ് സെൽസ്, ഫോംഡ് എലമെന്റ്സ് നമ്മുടെ ബ്ലഡ് സെൽസ് ആണ്, RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. ഇങ്ങനെയുള്ള ബ്ലഡ് സെൽസ് വന്നിട്ട് ട്രാപ്പിടും. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു ബ്ലഡ് ക്ലോട്ട് എന്ന് പറയുന്നത് മുറിവുണ്ടായ ഭാഗത്ത് ഫൈബ്രിനുകളിൽ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഓഫ് ത്രെഡ്സ് എന്നാണ് പറയുന്നത്. ഫൈബ്രിൻ ത്രെഡ് എന്ന് പറഞ്ഞാൽ ഫൈബ്രിനുകളിൽ ഫോംഡ് എലമെന്റ്സ് ആയ ബ്ലഡ് സെൽസ് വന്ന് ട്രാപ്പ് ചെയ്യപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ ബ്ലഡ് ക്ലോട്ട് എന്ന് പറയുന്നത്. ഇനി fibrins are formed by the conversion of inactive fibrinogens in the plasma by the enzyme thrombin. Thrombin എന്ന് പറയുന്ന എൻസൈം നമ്മുടെ ബ്ലഡിൽ കാണുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ പ്ലാസ്മ പ്രോട്ടീനുകൾ പറഞ്ഞിരുന്നു. നമ്മുടെ ബ്ലഡിൽ 2-3 പ്രോട്ടീനുകളുണ്ട്, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്നൊക്കെ പറഞ്ഞു. അതിലെ ഫൈബ്രിനാണ് പറഞ്ഞത്. ഫൈബ്രിൻസ് ആർ ഫോംഡ് ബൈ ദി കൺവേർഷൻ ഓഫ് ഇനാക്റ്റീവ് ഫൈബ്രിനോജൻസ് ഇൻ ദ പ്ലാസ്മ ബൈ ദ എൻസൈം ത്രോംബിൻ. നമ്മുടെ പ്ലാസ്മയിൽ കാണുന്ന ഫൈബ്രിനോജൻ എന്ന് പറയുന്ന പ്ലാസ്മ പ്രോട്ടീനെ ഫൈബ്രിൻ ത്രെഡുകളാക്കി മാറ്റുന്നത് ത്രോംബിൻ എന്ന് പറയുന്ന എൻസൈമാണ്. മുറിവുണ്ടാകുന്ന സമയത്ത് മാത്രമേ ഈ ത്രോംബിൻ ആക്റ്റീവ് ആവുള്ളൂ. ഈ ആക്റ്റീവ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ത്രോംബിൻ എന്ന് പറയുന്ന എൻസൈം ഫൈബ്രിനോജനെ ഫൈബ്രിനുകളാക്കി മാറ്റും. ത്രെഡുകളായി, നേരത്തെ ഫൈബ്രിൻ ത്രെഡ്സ് എന്ന് പറഞ്ഞാൽ ആ ഫൈബ്രിനുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്.
ഇനി ത്രോംബിൻസ് ആർ ഫോംഡ് ഫ്രം അനദർ ഇനാക്റ്റീവ് സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻ ദ പ്ലാസ്മ കോൾഡ് പ്രോത്രോംബിൻ. ഈ ത്രോംബിൻ ഉണ്ടാവുന്ന എവിടുന്നാണ്? പ്രോത്രോംബിൻ എന്ന് പറയുന്നത് മറ്റൊരു ഇനാക്റ്റീവ് സബ്സ്റ്റൻസ് ആണ്. അത് ഫൈബ്രിനോജനെ ഫൈബറിനാക്കുന്നത് ത്രോംബിനാണ്. പക്ഷെ ത്രോംബിൻ ബ്ലഡിൽ ത്രോംബിനായിട്ടല്ല കാണുക, പിന്നെയോ പ്രോത്രോംബിനായിട്ടാണ് കാണുക. ത്രോംബിൻ എപ്പോഴും ആക്റ്റീവായിരുന്നാൽ അത് ഫൈബ്രിനോജനെ എപ്പോഴും ഫൈബ്രിനായി, അപ്പം ബ്ലഡ് അകത്ത് തന്നെ കൗട്ടായി പോകും, അങ്ങനെ വരില്ല. അതുകൊണ്ട് അത് എപ്പോഴും ശരിക്കും എന്തായിട്ടായിരുന്നു പ്രോത്രോംബിൻ എന്ന രൂപത്തിൽ ഇനാക്റ്റീവ് രൂപത്തിലാണ് കാണുന്നത്. ഇനാക്റ്റീവ് ആണ് പ്രോത്രോംബിൻ. ഈ പ്രോത്രോംബിനാണ് ത്രോംബിനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് ത്രോംബിൻസ് ആർ ഫോർmed from an inactive substance present in the plasma called prothrombin. An enzyme complex thrombokinase is required for the reaction. ഇങ്ങനെ ഒരു മാറ്റം വരുത്തണമെങ്കിൽ പ്രോത്രോംബിൻ ത്രോംബിൻ എന്ന് പറഞ്ഞാൽ എന്ത് വേണം? ത്രോംബോകൈനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ആവശ്യമാണ്. ത്രോംബോകൈനേസ് എന്ന് പറയുന്ന എൻസൈം ആണ് പ്രോത്രോംബിനെ ത്രോംബിനാക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, ഒന്ന് ബ്ലഡ് ക്ലോട്ട് എന്ന് പറയുന്നത് ഫൈബ്രിൻ ത്രെഡുകളിൽ അല്ലെങ്കിൽ ഫൈബ്രിനുകളിൽ എന്ത് വന്ന് തടയുന്നതാണ്? ബ്ലഡ് സെൽസ് വന്ന് തടയുന്നതാണ് ബ്ലഡ് ക്ലോട്ട്. അതുണ്ടാകുന്നത്, ആ ഫൈബ്രിൻ ത്രെഡുകൾ ഉണ്ടാകുന്നത് നമ്മുടെ ബ്ലഡിലെ പ്ലാസ്മ പ്രോട്ടീനായ ഫൈബ്രിനോജനെ ത്രോംബിൻ എന്ന് പറയുന്ന എൻസൈം ഫൈബ്രിൻ ത്രെഡുകളാക്കി മാറ്റുന്നതുകൊണ്ടാണ്. ഇനി ഈ ത്രോംബിൻ എന്ന് പറയുന്ന വസ്തു ഉണ്ടാക്കുന്നത് പ്രോത്രോംബിൻ എന്ന് പറയുന്ന വസ്തുവിനെ ത്രോംബോകൈനേസ് എന്ന് പറയുന്ന എൻസൈം കൺവേർട്ട് ചെയ്യുന്നതാണ്. മനസ്സിലായില്ല? അപ്പൊ ഇത് നമ്മൾ തിരിച്ചു പറഞ്ഞാൽ വരും. അതായത് ആദ്യം ത്രോംബോകൈനേസ് എന്ന് പറയുന്ന എൻസൈം പ്രോത്രോംബിനെ ത്രോംബിനാക്കുന്നു. ഈ ത്രോംബിൻ പോയിട്ട് എന്ത് ചെയ്യും? ത്രോംബിൻ പോയിട്ട് ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കും. ആ ഫൈബ്രിൻ മുറിവിന് ചുറ്റും ത്രെഡ് ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ആ നെറ്റ്വർക്കിലേക്ക് ബ്ലഡ് സെൽസ് ട്രാപ്പ് ചെയ്യപ്പെടും. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇത് തിരിച്ചു പറയുന്നേ ഉള്ളൂ. ഇനി അടുത്ത സെൻസ് കൂടെ നോക്കുക. An injury or trauma stimulates the platelets in the blood to release certain factors which activate the mechanism of coagulation. യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കുന്നത് എപ്പോഴാണ്? An injury or trauma, നമ്മുടെ ശരീരത്തിൽ ഒരു ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ stimulate the platelets. Platelets ആണ് ബ്ലഡ് ക്ലോട്ടിംഗ് സഹായിക്കുന്ന മറ്റൊരു ഘടകം നമ്മൾ നേരത്തെ പഠിച്ചു. Platelets in the blood to release certain factors which activate the mechanism of coagulation. യഥാർത്ഥത്തിൽ കോയാഗുലേഷൻ മെക്കാനിസം സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലേറ്റ്ലെറ്റ് ചില ഫാക്ടേഴ്സിനെ റിലീസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഇപ്പൊ പറഞ്ഞ പ്രോസസ് യഥാർത്ഥത്തിൽ മുകളിൽ താഴേക്കാണ് നമ്മൾ പറഞ്ഞത്. അതായത് ബ്ലഡ് ക്ലോട്ട് മുതൽ മുറിവിലേക്കാണ് പോയത്. അതിന് വരെ നമുക്ക് തിരിച്ചു പോകുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം എനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ശരിക്കും തിരിച്ചു പറയുന്നതാണ് നമുക്ക് എളുപ്പം. അത് അടുത്തോട് നോക്കുക. Certain factors released by the tissues at the site of injury also can initiate coagulation. മുറിവിന്റെ ഭാഗത്തുണ്ടാകുന്ന മറ്റു ചില ഫാക്ടേഴ്സും അവിടെ ചില ഫാക്ടേഴ്സ് റിലീസ് ചെയ്യപ്പെടുകയും അതും കോയാഗുലേഷനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. കാൽസ്യം അയോൺസ് പ്ലേ വെരി ഇമ്പോർട്ടന്റ് റോൾ ഇൻ ക്ലോട്ടിംഗ്. കാൽസ്യം അയോണുകൾക്കും ബ്ലഡ് ക്ലോട്ടിംഗിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. ഇനി നമുക്ക് ഈ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്നോ ഇത് ആദ്യം പറഞ്ഞ രീതിയിൽ ഒന്നുകൂടി പറയാം. അതായത് ഫൈബ്രിൻ ത്രെഡുകളിൽ മുറിവുണ്ടാകുന്ന ഭാഗത്തുള്ള ഫൈബ്രിൻ നെറ്റ്വർക്കുകളിൽ ബ്ലഡ് സെൽസ് ട്രാപ്പ് ചെയ്യപ്പെടുന്നതാണ് ബ്ലഡ് ക്ലോട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഫൈബ്രിൻ ത്രെഡുകൾ ഉണ്ടാകുന്നത് പ്ലാസ്മയിലുള്ള ഫൈബ്രിനോജനെ ത്രോംബിൻ ഫൈബ്രിനാക്കി മാറ്റുന്നത് കൊണ്ടാണ്. ഈ ത്രോംബിൻ ഉണ്ടാകുന്നത് ത്രോംബോകൈനേസ് എന്ന് പറയുന്ന എൻസൈം പ്രോത്രോംബിനെ മാറ്റുമ്പോഴാണ്. ഇനി ഇത് ഉണ്ടാകണമെങ്കിൽ മുറിവുണ്ടാകുന്ന സ്ഥലത്ത് ചില ഫാക്ടറികൾ റിലീസ് ചെയ്യപ്പെടണം. ആ ഫാക്ടറികൾ റിലീസ് ചെയ്യുന്നത് ഒന്ന് പ്ലേറ്റ്ലെറ്റുകളും മറ്റൊന്ന് അല്ലാതെയുള്ള അവിടെയുള്ള ഡാമേജ്ഡ് ടിഷ്യൂസും ചേർന്നിട്ടാണ്. അപ്പോൾ ഈ ഡാമേജ്ഡ് ടിഷ്യൂസും പ്ലേറ്റ്ലെറ്റ്സും കൂടെ ചേർന്ന് ചില ഫാക്ടേഴ്സിനെ റിലീസ് ചെയ്യുകയും ആ ഫാക്ടേഴ്സാണ് ഈ ബാക്കി പ്രോസസ്സുകളെല്ലാം ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട റോളാണ് കാൽസ്യം അയോണുകൾക്കുള്ളത്. മുറിവ് ക്ലോട്ട് ചെയ്യണമെങ്കിൽ കാൽസ്യം അയോണുകളും വേണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ കോയാഗുലേഷൻ ബ്ലഡ്. അപ്പോൾ ഇനി ഞാൻ ഈ പ്രോസസ്സ് നിങ്ങൾക്ക് വെളുപ്പത്തിൽ പറയാൻ ചെയ്യുന്ന രീതിയിൽ പറയാം. അതായത് ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ആ മുറിവുണ്ടാകുന്ന ഭാഗത്തുള്ള ഡാമേജ്ഡ് ടിഷ്യൂസ്, അതായത് കേടുപറ്റി നമ്മൾ മുറിവുണ്ടാക്കിയാൽ എന്ത് പറ്റും? നമ്മുടെ ടിഷ്യൂ മുറിയും അല്ലേ? അവിടെയുള്ള ശരീരത്തിൽ മുറിവുണ്ടാകുമ്പോൾ അവിടെയുള്ള കുറേ സെല്ലുകൾക്ക് കേടുപറ്റും. അതാണ് ഡാമേജ് ടിഷ്യൂസ് പറയുന്നത്. ആ ഡാമേജ് ടിഷ്യൂസും പ്ലേറ്റ്ലെറ്റ്സും റിലീസ് certain factors. അവ ചില ഫാക്ടറികളെ റിലീസ് ചെയ്തു. അങ്ങനെ ഓർക്കുക. അതായത് പിന്നെ wound occurs in our body, the damaged tissues and platelets release certain factors. അത്രയും ഓർക്കുക. അതായത് when a wound occurs in our body, the damaged platelets അതാണ് ഒന്ന്. പിന്നെ damaged tissues release certain factors that initiate coagulation. അതാണ് കോയാഗുലേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അത് ഓർക്കുന്നത് മതി. നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടാവുകയാണെങ്കിൽ ആ മുറിവിന്റെ ഭാഗത്തുള്ള കേടുപറ്റിയ ടിഷ്യൂസും അതുപോലെ പ്ലേറ്റ്ലെറ്റും ചേർന്ന് ചില ഫാക്ടേഴ്സിനെ റിലീസ് ചെയ്യുന്നു. അതാണ് ഒന്നാമതായിട്ട് പറയുന്നത്. കാൽസ്യം അയോൺസ് ഓൾസോ ഹാവ് പ്ലേ മെയിൻ റോൾ ഇൻ ദിസ് റിയാക്ഷൻ. ഇതിന് കാൽസ്യം അയോണുകളുണ്ട്. ദാറ്റ് ഇനിഷ്യേറ്റ് കോയാഗുലേഷൻ. ഇതിന്റെ ഫലമായി കോയാഗുലേഷൻ പ്രോസസ് ഇനിഷ്യേറ്റ് ചെയ്യുന്നു. ഇത്രയും മനസ്സിലായോ? So when a wound occurs in our body, the damaged tissues and platelets
release certain factors with the help of calcium ions. അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ നമുക്ക് calcium ions അതിന്റെ കൂടെ ചേർത്ത് പറയാം. When a wound occurs in our body, the damaged tissues and platelets release certain factors with the help of calcium ions to initiate coagulation. നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടാകുമ്പോൾ മുറിവ് പറ്റിയ ഭാഗത്തുള്ള കേടായ ടിഷ്യൂസും പ്ലേറ്റ്ലെറ്റും കൂടി ചേർന്ന് കാൽസ്യം അയോണിന്റെ സഹായത്തോടെ ചില ഫാക്ടറുകളെ റിലീസ് ചെയ്യും. ഇത്രയും മനസ്സിലായി. ഒന്നാമത്തെ പോയിന്റാണിത്. ഒരു മുറിവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ അവിടെയുള്ള കേടുപറ്റിയ ടിഷ്യൂസും പ്ലേറ്റ്ലെറ്റ്സും കാൽസ്യം അയോണിന്റെ സഹായത്തോടെ ചില ഫാക്ടേഴ്സിനെ റിലീസ് ചെയ്യും. മനസ്സിലല്ലോ? When a wound occurs in our body, the damaged tissues and platelets with the help of calcium ions release certain factors. ഇത്രയാണ് ഒന്നാമതായിട്ട് പറഞ്ഞത്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. മനസ്സിലായല്ലോ? Then the inactive prothrombin is converted into thrombin by the enzyme thrombokinase. The inactive prothrombin, രണ്ടാമത്തെ പോയിന്റ് ആണ്. The inactive prothrombin in blood is converted into active thrombin by thrombokinase enzyme. The inactive prothrombin is converted into active thrombin by thrombokinase enzyme. ഇത് രണ്ട് പോയിന്റ്. ഒന്നാമത് പറഞ്ഞത് when a wound occurs in our body, the damaged tissues and platelets with the help of calcium ions release certain factors. രണ്ടാമത് പറഞ്ഞത് the thrombokinase enzyme convert inactive prothrombin to active thrombin. ഇത്രയും മനസ്സിലായല്ലോ? രണ്ട് പോയിന്റ് വെച്ചിട്ട്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് thrombin converts fibrinogen to fibrin threads. thrombin എന്തെയും ഫൈബ്രിനോജനെ ഫൈബ്രിൻ ത്രെഡുകളാക്കി മാറ്റും. The fibrin threads form a network around the wound and which trap the formed elements. ഈ മുറിവിന് ചുറ്റും ഈ ഫൈബ്രിൻ ത്രെഡുകൾ ഒരു നെറ്റ്വർക്ക് ഉണ്ടാവുകയും അവിടെ ഫോംഡ് എലമെന്റ്സ് ട്രാപ്പ് ചെയ്യപ്പെടുകയും ചെയ്യും. ദാറ്റ് ഈസ് ബ്ലഡ് ക്ലോട്ട്. അതാണ് ബ്ലഡ് ക്ലോട്ട്. ഇത്രയാണ് നമ്മൾ ബ്ലഡ് ക്ലോട്ടിംഗ് അല്ലെങ്കിൽ ബ്ലഡ് കോഗുലേഷൻ എന്ന പ്രോസസ്സിലെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഇത് തിരിച്ചാണ് നമ്മൾ ടെക്സ്റ്റ്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഇങ്ങനെ പറയുന്നതാണ് എളുപ്പം എനിക്ക് തോന്നുന്നു. അതായത് when a wound occurs in our body, the damaged tissues and platelets release certain factors with the help of calcium ions and initiate the process of coagulation. Then thrombokinase enzyme convert inactive prothrombin to active thrombin. Thrombin converts fibrinogen to fibrin. The fibrin forms a network of fibrins which trap the formed elements and forms the blood clot. അതായത് നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടാകുമ്പോൾ മുറിവ് പറ്റിയ ഭാഗത്തുള്ള ഡാമേജ് ടിഷ്യൂസും പ്ലേറ്റ്ലെറ്റ്സും കാൽസ്യം അയോണിന്റെ സഹായത്തോടെ ചില ഫാക്ടേഴ്സ് റിലീസ് ചെയ്യും. അതിന്റെ ഫലമായി ത്രോംബോകൈനേസ് എന്ന് പറയുന്ന എൻസൈം ബ്ലഡിലുള്ള പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നു. ഈ ത്രോംബിൻ നമ്മുടെ ബ്ലഡിലെ ഫൈബ്രിനോജനെ, പ്ലാസ്മയിലുള്ള ഫൈബ്രിനോജനെ ഫൈബ്രിൻ ത്രെഡുകളാക്കി മാറ്റുന്നു. ഈ ഫൈബ്രിൻ ത്രെഡുകൾ മുറിവിന് ചുറ്റും ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുകയും അവിടെ ഫോംഡ് എലമെന്റ്സ് അതായത് ബ്ലഡ് സെൽസ് ട്രാപ്പ് ചെയ്യപ്പെടുമ്പോൾ ബ്ലഡ് ക്ലോട്ട് രൂപം കൊള്ളുകയും ചെയ്യുന്നു. ഇതാണ് പറഞ്ഞത്. മനസ്സിലായോ? അതായത് when a wound occurs in our body, the damaged tissues and platelets release certain factors with the help of calcium ions and initiate the process of coagulation. The thrombokinase enzyme converts inactive prothrombin to active thrombin. The thrombin converts fibrinogen to fibrin threads, and the fibrin threads forms a network around the wound in which the formed elements are trapped to form the blood clot. മനസ്സിലായോ? പറയാൻ പറഞ്ഞില്ലേ ഈ പ്രോസസ്? വളരെ സിമ്പിളാണ്. നമ്മൾ വിചാരിക്കുന്ന അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ഒന്നുമല്ല. ഒതുക്കി കൂടി നോക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് when a wound occurs in our body, the damaged tissues and platelets release certain factors with the help of calcium ions to initiate coagulation. When a wound occurs in our body, the damaged tissues and platelets release certain factors with the help of calcium ions to initiate the process of coagulation. ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് thrombokinase enzyme convert inactive prothrombin to active thrombin. ഇപ്പൊ രണ്ട് സ്റ്റെപ്പാണ്. thrombokinase enzyme convert inactive prothrombin to active thrombin. മൂന്നാമത്തേത് thrombin converts fibrinogen to fibrin threads. thrombin ആണ് ഫൈബ്രിനോജനെ ഫൈബ്രിൻ ത്രെഡുകളാക്കി മാറ്റുന്നു. പിന്നീടോ the fibrin threads form a network around the wound in which the formed elements are trapped. മുറിവിന് ചുറ്റുമായി അതൊരു ഫൈബ്രിൻ നെറ്റ്വർക്ക് ഫോം ചെയ്യുകയും അവിടെ ഫോംഡ് എലമെന്റ്സ് അല്ലെങ്കിൽ ബ്ലഡ് സെൽസ് ട്രാപ്പ് ചെയ്യപ്പെടുകയും ചെയ്യും. ദാറ്റ് ഈസ് ബ്ലഡ് ക്ലോട്ട്. അതാണ് ബ്ലഡ് ക്ലോട്ട്. ഇപ്പൊ പറയാൻ പറ്റുമോ? ഒന്ന് ശ്രമിച്ചു നോക്കും ആ പ്രോസസ്. തിരിച്ചും പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം.
ടെക്സ്റ്റ് ബുക്കിൽ തിരിച്ചാൽ കൊടുത്തതിന് നിങ്ങൾക്ക് പറയാൻ എളുപ്പം തിരിച്ചാൽ തോന്നും. മുറിവുണ്ടായ ഭാഗത്ത് നിന്ന് തുടങ്ങുന്ന നമുക്ക് എളുപ്പം. മുറിവുണ്ടായ ഭാഗത്ത് കേടുപറ്റിയ ടിഷ്യൂസും അതുപോലെ അവിടുത്തെ പ്ലേറ്റിലേക്ക് എല്ലാം കൂടി ചേർന്നാണ് ഫാക്ടേഴ്സ് റിലീസ് ചെയ്യുന്നത് കാൽസ്യം സഹായത്തോടെ. അങ്ങനെ പ്രോസസ്സ് തുടങ്ങുന്നു. അവിടെ ആദ്യം ത്രോംബോകൈനേസ് എന്ന് പറഞ്ഞാൽ പ്രോത്രോംബിനെ ത്രോംബിനാകും, ത്രോംബിൻ ഫൈബ്രിനോജനെ ഫൈബ്രിനാകും, ഫൈബ്രിൻ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യും മുറിവ് ചുറ്റും. അവിടേക്ക് ബ്ലഡ് സെൽസ് ട്രാപ്പ് ചെയ്യപ്പെടുമ്പോൾ ക്ലോട്ട് ഉണ്ടാവും. 4 സ്റ്റെപ്പ് പറയാമോ? ട്രൈ, നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. പറയുന്നില്ല. പറയാം. Wound occurs in our body. Damaged tissues and platelets release certain factors with the help of calcium ions to initiate coagulation. Thrombokinase convert prothrombin into thrombin. This thrombin convert fibrinogens into fibrin threads. These fibrin threads form a network around the wound in which formed elements are trapped to form the blood clot. Okay, very good. അത്രേ ഉള്ളൂ. അതാണ് പ്രോസസ്. ഇനി എനിക്ക് പറയാം ആ പ്രോസസ് ഒന്ന് പറഞ്ഞു. പറയൂ. When a wound occurs, the damaged tissues at the site of injury release certain factors with the help of calcium ions to initiate coagulation. The thrombokinase enzyme converts the inactive prothrombin to active thrombin. This thrombin converts fibrinogens to fibrin threads. These fibrin threads form a network of threads around the wound in which formed elements are trapped for blood clotting. Okay, very good. ഇനി പറയൂ, അടുത്തത് ഒരാൾ പറയൂ. നിങ്ങളത് പഠിക്കേണ്ടതാണ് പ്രോസസ് ഓഫ് കോയാഗുലേഷൻ. ഇപ്പൊ നമ്മൾ ഈ നോട്ടിൽ തന്നിരിക്കുന്നത് നമുക്ക് സ്വയം പറഞ്ഞ് പഠിക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി പറ്റും. ഇത് നമ്മൾ നോട്ടിൽ പറഞ്ഞ പോലെ അല്ല ഞാൻ പറഞ്ഞത്. ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് നോട്ടിൽ അങ്ങനെ നോട്ടിൽ നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് തിരിച്ച് പഠിക്കാം, അതാണ് എളുപ്പം. നമുക്ക് പരീക്ഷ എഴുതുമ്പോൾ അങ്ങനെ എഴുതിയാൽ മതി. ഞാൻ പറയാം, ഇപ്പൊ പറഞ്ഞ പോലെ എഴുതിയാൽ മതി. ആർക്ക് പറയാം? പറയൂ, 1-2 പേര് പറയൂ. കുട്ടികളെ, നിങ്ങളിങ്ങനെ എല്ലാവരും മടിയന്മാരും മടിച്ചുള്ളവരുന്നല്ല. പറയുന്നു, നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ പറയുന്ന കേട്ടിട്ടാണ്. 2 പേര് പറഞ്ഞു, അതുപോലെ 4 പേരെങ്കിലും പറയണ്ടേ ആ പ്രോസസ്സ് മനസ്സിലാക്കാൻ വേണ്ടി. വീണ്ടും പറയാൻ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറയാൻ വേണ്ടി, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ നിങ്ങളും മനസ്സിലാക്കണമല്ലേ. പിന്നെ ഞാൻ ഈ പറയുന്നതുകൊണ്ട് കാര്യമില്ല. ഈ പ്രോസസ്സ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാലേ പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ടാണ്. പറയൂ, ആർക്കാ പറയാൻ പറ്റുന്നത്? ഇർഫാനാ, ഒന്ന് പറഞ്ഞേ. ഇർഫാനയില്ലേ? ഇർഫാന ഇല്ല. ഓക്കെ, ദേവപ്രിയ. പറയൂ ദേവപ്രിയ. When a wound occurs in our body, damaged tissues and platelets release certain factors with the help of calcium ions and initiate the process of coagulation. Okay. Inactive prothrombin in blood is converted into active thrombin by thrombokinase. Thrombin converts fibrinogen to fibrin threads. Fibrin threads form a network around wound which form elements are trapped to form blood clot. Okay, very good. ഇനി ആരാ പറയാം? ശ്രുതി ഇല്ലേ? ശ്രുതി രാജ് അല്ലേ? ശ്രുതി ആൽബിയ എല്ലാരും പറയാൻ പറ്റാത്തതുകൊണ്ടാണോ മിണ്ടാത്ത? സഞ്ജയ്, ഞാൻ കുറച്ചുപേരുടെ പേരിങ്ങനെ ഓർമ്മയിൽ നിന്ന് പറയുന്നേ ഉള്ളൂ. എല്ലാവരും പേര് ഓർമ്മയില്ലാത്തുള്ളൂ. ആർക്കും പറയാം, നിങ്ങളിങ്ങനെ മിണ്ടായിരിക്കല്ല ചെയ്യുന്നത്. ഗൗതമുണ്ടോ? ഗൗതം
ഇല്ല. ഞാനാ പറയുന്നത് പിന്നെ ഡോണ പറഞ്ഞിട്ടാണോ പറയൂ. When a wound occurs, the platelets and damaged tissues at the site of wound release certain factors with the help of calcium ions. The thrombokinase enzyme converts prothrombin to thrombin. The thrombin converts fibrinogens to fibrin threads. The fibrin threads forms a network at the wound site, and the blood cells are formed elements. Formed elements are and by the network forms the blood clot. Okay, very good. Very good. ദേവിക നായർ അല്ലേ? ദേവിക പറയൂ ദേവിക. When a wound occurs in our body, damaged tissues and platelets are released. Certain factors are released with the help of calcium ions to initiate coagulation. Thrombokinase enzymes convert inactive prothrombin to active thrombin. Thrombin converts fibrinogens into fibrin threads. Fibrin threads are the network of at the wound site formed elements are trapped to form blood clots. Okay, very good. Very good, Devika. Teresa. പറയൂ ട്രീസ. മിണ്ടായിരിക്കില്ലേ, പറയൂ. body damage tissues and platelets release these factors with the help of calcium ions to initiate coagulation. Then thrombokinase enzymes convert inactive prothrombin to active thrombin, and thrombin converts fibrinogen to fibrin that forms a network and forms element that form blood clot. Okay, very good. Please. അഞ്ജലി അഞ്ജലില്ലേ? പറയല്ലേ. When a wound is occurred, elements to initiate the blood clot with the help of calcium ions. The enzyme thrombokinase converts inactive prothrombin into thrombin, and it converts fibrinogens into fibrin network. And the network of threads work the dead and damaged formed elements of blood are trapped and the lead to the coagulation of blood. Okay, very good. അത്രേ ഉള്ളൂ. അഞ്ജലി ശരി. നവ്യ ഉണ്ടോ? നവ്യല്ലേ? നവ്യ. ക്രിസ്റ്റീന. അല്ല, ആര്യ ജോയിൻ ചെയ്തേ ഉള്ളൂ. ആര്യ അറിയില്ലേ? നന്ദന. നന്ദനയില്ലേ? നന്ദനമാർ രണ്ടുമില്ല. ശ്രേയ. ശ്രേയ പറയും. ശ്രേയ. When both occur in your body, then damaged tissues
and with the help of calcium ions produce certain factors. Prothrombin with the help of the enzyme thrombokinase produce thrombin. Active thrombin. Okay. Thrombin. Produce fibrinogen, then produce fibrin. Then they formed as a network around the wound area and the elements of blood are trapped. Okay, that formed the blood clot. Okay, very good, very good. അപ്പോൾ നമുക്ക് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പിന്നെ നമ്മൾ